കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഞെട്ടിയത് മനോരമയുടെയും സിന്ധുവിൻ്റെയും വേർപിരിയൽ വാർത്ത കേട്ടിട്ടാണ്. അവർക്ക് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കാനുള്ളൊരു കാരണം സന്തുഷ്ടമായി പോയ ഇവരുടെ ദാമ്പത്യ ജീവിതം എപ്പോഴാണ് തകർന്നത് എന്ന ആശ്ചര്യം തന്നെ ആയിരിക്കും എന്ന് പറയാം. എന്നാൽ അക്കൂട്ടത്തിൽ മനോവർമ്മ പറഞ്ഞ ഒരു കാര്യം പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇവർക്ക് 3 മക്കളാണ്. അതിലേറ്റവും ഇളയ ആൾക്ക് കുറച്ച് അസുഖമുണ്ട് എന്ന് മനോവർമ്മ പറഞ്ഞിരുന്നു. ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും തകർന്നത്. ഈ വാർത്ത കേട്ടതും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു തകർച്ചയായിരുന്നു. ആ കുട്ടിയെ പല തവണ ആശുപത്രിയിൽ കാണിച്ചു, ഒന്നും ശരിയായില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമ വാർത്തയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. പല രീതിയിൽ പല മരുന്നുകളാണ് പരീക്ഷിച്ചത്, എന്നാൽ അതൊന്നും വിജയകരമായി കണ്ടില്ല എന്നാണ് മനോവർമ്മ പറയുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുന്നു. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. വയ്യാത്ത കുട്ടിയാണ്, ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് ആശുപത്രികൾ നോക്കി, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ തന്നെ അസ്തമിക്കുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞങ്ങളെല്ലാവരും ആശ്ചര്യത്തോടെ നിന്നു. ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ കുട്ടി വന്നപ്പോൾ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടത്. എന്നാൽ പിന്നീട് അങ്ങനെയല്ല. 3ാം മാസത്തിലായിരുന്നു അവൻ്റെ ആദ്യ സർജറി നടന്നത്. പിന്നീട് എല്ലാം തന്നെ ഒന്നും കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറി മറിയുകയായിരുന്നു. വിധി മറ്റൊന്നായിരുന്നു എന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം. ബ്രെയിനിനെ സംരക്ഷിക്കുന്ന ഒരു ഫ്ലൂയിഡ് കൂടിയാണിത്. അതെപ്പോഴും നമ്മുടെ തലച്ചോറിന് മുകളിലൂടെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് പറയപ്പെടുന്നത്. അത് അധികമാകുമ്പോൾ ശരീരത്തിലൂടെ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. മോൾക്ക് ഇതല്ല. അതാണ് പ്രധാന പ്രശ്നം. പ്രസവത്തിന് ഒരാഴ്ച മുൻപാണ് മകളുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. അല്ലാതെ ഓട്ടിസം, സെറിബ്രൽ പാൾസി പോലുള്ള ഒന്നുമല്ല കുഞ്ഞിന്. അങ്ങനൊരു മെൻ്റൽ ഡിസീസും ഇല്ല എന്ന് വേണം പറയാൻ. പ്രസവത്തിന് ഒരാഴ്ച മുൻപൊക്കെ ഇത് അറിയുമ്പോൾ വളരെയധികം ടെൻഷനാണ്. ഏത് പ്രായത്തിലും ആർക്കും ഈ ഒരു അവസ്ഥ വരാം. ഫ്ലൂയിഡ് കളക്ഷൻ പുറത്തേക്ക് പോകാതെ വരുമ്പോൾ നമ്മുടെ തലയോട്ടി വലുതാകും. ജനിച്ചൊരു മാസം വരെ മോൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ തല വലുതാകാൻ തുടങ്ങി. പിന്നീട് അതിനുള്ള ചികിത്സ ചെയ്തു. അങ്ങനെ 3ാം മാസത്തിൽ സർജറി ചെയ്തു. എന്നിട്ടും രക്ഷയില്ല. വല്ലാത്ത ഒരു പ്രശ്നമായി മാറി. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അവൾ എപ്പോൾ വേണമെങ്കിലും നോർമലാകാം എന്നാണ്. അങ്ങനൊരു പ്രതീക്ഷ ഡോക്ടർമാർ തന്നിട്ടുണ്ട്. മെൻ്റൽ റെസ്പോൺസ് അവൾ കിട്ടുന്നുണ്ട്. പാട്ടുകൾ അവൾക്ക് ഇഷ്ടമാണ്. കഴിവുള്ളൊരു കുഞ്ഞാണ്. 16 വർഷമായി. പബ്ലിക് ഇൻറ്ററാക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വീൽ ചെയറിലാണ് ഇപ്പോൾ. സുന്ദരി കുട്ടിയാണ്. അവളെ കണ്ടാൽ നോർമൽ കുട്ടിയെ പോലെയാണ്. കുഞ്ഞിൻ്റെ ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ ഡെസ്പായിരുന്നു. ഇങ്ങനൊരു കുഞ്ഞ് ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ മാറും. 3ാം മാസത്തിലായിരുന്നു കുഞ്ഞിൻ്റെ ആദ്യ സർജറി. ഐസി കണ്ടാൽ കയ്യും കാലും വിറച്ചിരുന്ന ആളാണ് ഞാൻ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് ആശുപത്രികളിൽ പോയിട്ടുണ്ടെന്നാണ് മനോവർമ്മയും സിന്ധുവും തൻ്റെ മക്കളെക്കുറിച്ചും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.